സ്വർണവില കുത്തനെ കൂടി. സ്വർണവില മുയേനറി. കഴിഞ്ഞ ദിവസം വില കുറഞ്ഞിരുന്നു. എന്നാൽ അതിനേക്കാൾ തുക ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. അന്തർദേശീയ രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് അമേരിക്ക ഉണ്ടാക്കിയ അനിശ്ചിതത്വമാണ് സ്വർണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണം. കൂടുതൽ പേര് സ്വർണത്തിലേക്ക് ആകർഷിക്കപ്പെട്ടേക്കുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകളുണ്ടായിരുന്നു. ഈ മാസം സ്വർണത്തിന് രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന്. എന്നാൽ സ്വർണത്തിന് രേഖപ്പെടുത്തിയ സർവകാല റെക്കോർഡ് വിലയിലേക്ക് എത്താൻ ഇനിയും 140 രൂപ കൂടി വർദ്ധിക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സർവകാല റെക്കോർഡ് വില തിരുത്താനുള്ള സാധ്യത തള്ളാനാകില്ല. ഇനി ഇന്നത്തെ സ്വർണവില വിശദീകരിക്കാം. കേരളത്തിൽ ഇന്ന് 22 കാരറ്റ് സ്വർണം പവന് 64,520 രൂപയാണ് വില. 360 രൂപയാണ് കൂടിയത്. കഴിഞ്ഞ ദിവസം 240 രൂപ കുറഞ്ഞിരുന്നു. ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 8,065 രൂപയായി. അതേസമയം 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 6,635 രൂപയായി. വെള്ളിയുടെ വിലയിൽ ഗ്രാമിന് 2 രൂപ കൂടി 108 രൂപയായി. സ്വർണവില ഈ മാസം രണ്ടാം തവണയാണ് 64,520 എന്ന നിരക്കിൽ എത്തുന്നത്. ആഗോള വിപണിയിൽ സ്വർണവില കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം ഔൺസിന് $20 വർദ്ധിച്ചു. $2,917 പുതിയ നിരക്ക്. അമേരിക്കൻ ഡോളർ താഴ്ന്ന നിരക്കിൽ തുടരുന്നു എന്നതാണ് സ്വർണവില കൂടാനുള്ള മറ്റൊരു കാരണം. ഡോളർ സൂചിക 103.60 എന്ന നിരക്കിലാണുള്ളത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം 87.23 ആയിട്ടുണ്ട്. അമേരിക്കയും യുക്രൈനും കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നടത്തിയ ചർച്ച ലോക വ്യാപാരി സമൂഹത്തിന് പ്രതീക്ഷ വർദ്ധിപ്പിച്ചു. റഷ്യയുമായി 30 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് യുക്രൈൻ അറിയിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത്. ഇനി റഷ്യ കൂടി അംഗീകരിച്ചാൽ മേഖലയിൽ സമാധാനം വരും. ഇതോടെ വിപണി സാഹചര്യം നിക്ഷേപ സൗഹൃദമാകും. കാനഡയ്ക്കെതിരെ ഉയർത്ത താരിഫ് ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. അമേരിക്കക്ക് നൽകുന്ന വൈദ്യുതിക്ക് വില കൂട്ടുമെന്ന് കാനഡയും തിരിച്ചടിച്ചു. ഇതോടെ താരിഫ് ചുമത്തുന്ന കാര്യം പുനഃപരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ്. മാത്രമല്ല, കാനഡയുടെ കാറുകൾക്ക് താരിഫ് ചുമത്തുന്നത് നീട്ടിവച്ചേക്കുമെന്നും അമേരിക്ക സൂചിപ്പിക്കുന്നു. വ്യാപാര യുദ്ധം തണുക്കുന്നു എന്ന നല്ല വാർത്തയും വരുന്നുണ്ട്. വിപണി സാഹചര്യം മെച്ചപ്പെട്ടാൽ നിക്ഷേപമിറക്കാൻ വ്യവസായികൾ തയ്യാറാകും. അതോടെ സ്വർണത്തിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കുറയുകയും സ്വർണവില താഴുകയും ചെയ്യും. അതുകൊണ്ടുതന്നെ ഈ സാഹചര്യം നിലനിന്നാൽ വരും ദിവസങ്ങളിൽ സ്വർണവില താഴ്ന്നേക്കും. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്പം കാത്തിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിടുകയും ചെയ്യാം.